കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിലും ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ടും അല്ലെങ്കിൽ വീടുകളിൽ ചെല്ലുമ്പോഴും പറയുന്ന ഒരു കാര്യം, സാറേ ഇവിടെ എപ്പോഴും വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും മക്കളും തങ്ങളിൽ വഴക്ക്, ഭാര്യയും ഭർത്താവും തങ്ങളിൽ വഴക്ക്, ഇവിടെ ഒരു സമാധാനവും ഒരു സ്വസ്ഥതയുമില്ല, എപ്പോഴും കലഹമാണ്, കലഹം ഒഴിഞ്ഞ ഒരു സമയം വീട്ടിലില്ല എന്ന് പറയുന്ന ഒരുപാട് വീടുകളുണ്ട്. ഇപ്പം ഇതിന് പല കാരണങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ അനുസരിച്ചിട്ട് ഈ വന്നിരിക്കുന്ന നക്ഷത്രങ്ങളുള്ള റൂമുകളിലാണോ അവർ കിടക്കുന്നത്, മോശം നക്ഷത്രമാണോ, കലഹത്തിന് അതിനുള്ള സാധ്യതയുണ്ടോ, വീടിനെ കറക്റ്റ് 9 ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഓരോ ദിക്കിനെ വെച്ച് നോക്കുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതല്ലെങ്കിൽ അവരുടെ വീട്ടിൻ്റെ പ്രധാന വാതിലിലേക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എനർജികൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ റൂമിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഹാളിലോ വെച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ക്രൂരമൃഗങ്ങളായിട്ടുള്ള സംഭവങ്ങൾ, വാള്, തോക്ക്, രക്തം ചൊരിയുന്ന ചിത്രങ്ങൾ, യുദ്ധത്തിൻ്റെ ചിത്രങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഇത് ബന്ധമുണ്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൻ്റെ ഏറ്റവും പവിത്രവും വളരെ വൃത്തിയും ഒക്കെ ഉള്ള ഈശ്വരാനുഗ്രഹമുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ നോർത്ത് ഈസ്റ്റാണ്. ഇപ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ അടുത്ത് വിളിച്ച് ഒരു കാര്യം ചോദിക്കുമ്പം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ ചെല്ലുമ്പം ഇവർക്ക് ദിക്കുകൾ പലർക്കും കറക്റ്റായിട്ട് അറിയുന്നില്ല. അതൊരു വലിയ വിഷയമാണ്. നമുക്ക് എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിലും നിങ്ങൾ ഈ ദിക്കുകൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നിങ്ങൾക്കതിന് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതും ഞാൻ പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തെറ്റും. ഇതൊരു വീടല്ല, ഇതൊരു വസ്തുവാണ്. ഈ വസ്തുവിൽ 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമുണ്ട്. അതിൽ ഓരോ ദിക്കിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് വടക്ക് കിഴക്കാണ്. ഇപ്പം ഈ വടക്ക് കിഴക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇതിൽ തന്നെ ഈ ഒരു വസ്തുവിനെ നമ്മൾ കറക്റ്റ് 9 തിരിച്ചെന്ന് വെച്ചു. ഇതൊരു വസ്തുവാണ്. ഈ വസ്തുവിനെ നമ്മൾ തുല്യ 9 ഭാഗങ്ങളായിട്ട് തിരിച്ചു. വടക്ക് കിഴക്കെന്ന് പറയുമ്പോൾ ഈ ഒരു മൂല കൊണ്ട് വടക്ക് കിഴക്ക് തീരില്ല. യഥാർത്ഥത്തിൽ ഇത്രയും വരുന്ന ഒരു 45 ഡിഗ്രി വടക്ക് കിഴക്കാണ്. ഇപ്പോൾ ഈ 45 ഡിഗ്രി വടക്ക് കിഴക്ക് വന്നിട്ട് ഈ വടക്ക് കിഴക്ക് ഭാഗം ഇത് വസ്തുവാണ്. ഒരുപക്ഷെ വീടെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും ഇതിനകത്ത് നിൽക്കും, ഇത്രയും ഇതിനകത്ത് ഈ വീട് ഒരുപക്ഷെ നിന്നിരിക്കും. ഇതായിരിക്കും ഒരുപക്ഷെ അവരുടെ വീട്. എന്നിട്ട് വീടിൻ്റെ മുറ്റം ഒരിക്കും ഇവിടെയല്ല. എന്നിട്ട് ഈ മുറ്റത്ത്, അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് ചിലപ്പം വീട്ടിലെ ചവറുകൾ, വേസ്റ്റുകൾ എല്ലാം കൊണ്ട് ഈ മൂലയിലിട്ടാക്കും. ഈ മൂലയിലാണ് നിങ്ങളത് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ കലഹമൊഴിഞ്ഞതിന് നേരം കാണില്ല. ഇവിടെ വേസ്റ്റ് കൂട്ടിയാൽ, ഡംപ് ചെയ്താൽ. അടുത്തത്, നമ്മൾ ഒരു പണി നടന്നപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വന്നാക്കുന്ന ഇപ്പോൾ ഇടിച്ചതും പൊളിച്ചതും എല്ലാം കൂടെ കൊണ്ടുവന്ന് വടക്ക് കിഴക്ക് ഭാഗത്ത് കല്ലും മണ്ണും എല്ലാം കൂടെ കൂട്ടിയിട്ട് വടക്ക് കിഴക്ക് ഭാഗം മലിനപ്പെടുത്തി അവിടെ ഒരു കൂന പോലെ കിടക്കുകയാണ്. അവിടെ കലഹം ഒഴിയത്തില്ല. അടുത്തത്, നിങ്ങളുടെ വീട്ടിലെ വേസ്റ്റുകളെല്ലാം കൂടെ വാരിയിട്ട്, ചവറ്, കരിയിലെല്ലാം കൂടെ വാരിയിട്ട് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് നിങ്ങൾ തീ പറ്റിക്കുന്നത് എന്ന് വെച്ചോ, ആ വീട്ടിലും കലഹം ഒഴിയത്തില്ല. അപ്പം വളരെ 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 പ്രാധാന്യമുള്ളൊരു ദിക്കാണ് വടക്ക് കിഴക്ക് ഭാഗം. അവിടെ അത്രത്തോളം പ്രാധാന്യമായിട്ട് നമ്മൾ കാണണം. നമ്മളുടെ ഈശാനകോണ് എന്ന് പറയുന്നതൊക്കെ പോലെ അവിടെ നമ്മൾ ഈ നവഗ്രഹങ്ങളെ വെച്ച് പറയുകയാണെങ്കിൽ ഗുരുസ്ഥാനമാണ്. അപ്പോൾ അവിടെ അത്രത്തോളം പ്രാധാന്യം അതിനുണ്ട്. ആ ദിക്ക് നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക് മൂലകൾ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നിങ്ങളുടെ വീട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന്. കാരണം അതങ്ങനെ നോക്കി നമ്മളത് മനസ്സിലാക്കി പറയണമെങ്കിൽ ഈ സയൻസ് അത്രത്തോളം കറക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് തോന്നും. ഇപ്പം നിങ്ങൾ പറയാതെ നിങ്ങളുടെ വീടിൻ്റെ പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കി പറയണമെന്നുണ്ടെങ്കിൽ ഈ സയൻസ് അത്രത്തോളം കറക്റ്റ് ആയതുകൊണ്ടാണ് നമുക്കിത് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. എപ്പോഴും വടക്ക് കിഴക്ക് ഭാഗം വളരെ വളരെ വൃത്തിയായും ശുദ്ധിയായും സൂക്ഷിക്കുക.
അപ്പം അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.